അപ്പോൾ ക്രിമിനലുകൾ കുരുങ്ങിയോ എന്നതാണ് ചോദ്യം. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായതിനു ശേഷം കാര്യങ്ങൾ കുറച്ചും കൂടി വെടിപ്പായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞല്ലോ. ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, കേരളത്തിലെ ഈ ലഹരി മാഫിയനെ അടിച്ചമർത്തുക എന്ന് പറയുന്ന അത്ര ചെറിയ കാര്യമായിട്ട് ഞാൻ കാണുന്നേ ഇല്ല. കാരണം അതിൻ്റെ ഒരു വേരെന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം ഈ ഇപ്പോൾ നമ്മൾക്കറിയാവുന്ന ആരൊക്കെയാണ്, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ കാണുന്നത് ആരാണ്, ഇത് ഉപയോഗിക്കുന്നവരെയാണ്. അതൊരു വലിയ വിഭാഗം യുവാക്കളും കുട്ടികളും ഒക്കെയായി വലിയ വിഭാഗം ഉണ്ട് എന്നുള്ളതാണ്. അത് വർഷങ്ങളായി ഉണ്ടായി വന്നൊരു സാധനം. ഇത്രയും നാളും അതിനെക്കുറിച്ച് അങ്ങനെ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ തുടങ്ങി അതിൻ്റെ ഭാഗമായി കേരളത്തിലെ ഈ പറയുന്ന ഈ ലഹരി മാഫിയനെ അടിച്ചമർത്താൻ വേണ്ടി കേരളത്തിൽ പോലീസ് ഇല്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നില്ല. പറയുന്ന ഒരു അങ്ങനെ ഒരു ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. എത്രയോ ജനങ്ങളും എത്രയോ കുട്ടികളാണ് ഇതിൻ്റെ ഭാഗമായി പെട്ടത് എന്നുള്ളതാണ്. അപ്പോൾ അതിനെപ്പോലെ ഒരു വലിയ ക്യാമ്പയിൻ തുടങ്ങുകയും അതുമായി ബന്ധപ്പെട്ട് വലിയ ഞാൻ നോക്കുന്നത് എന്താ, അദ്ദേഹം പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് തന്നെ ഈ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് വലിയ ക്യാമ്പയിനിൽ നടത്തിയിരുന്നു. അപ്പം ഒരു വിഷനാണ്, ഒരു ആഭ്യന്തരമന്ത്രിയുടെ വിഷനാണ്. അധികാരം കിട്ടിയാൽ ഞാനിതിന്റെ വേറെറുക്കും. അപ്പോൾ അത് ഞാൻ പറയുന്നത് അതൊരു വിഷനാണ്, ഒരു നേതാവിൻ്റെ ഒരു വിഷനാണ്. ആ വിഷനാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് വലിയ വിജയമായി കാണുന്നതിൽ തന്നെ വലിയ സന്തോഷമുണ്ട്. കാരണം എത്ര കുട്ടികളാണ്, ഞാൻ പറയുന്നത് മറ്റുള്ള സംവിധാനത്തെ അപേക്ഷിച്ച് എല്ലാ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പോയി വലിയ പ്രോഗ്രാം അവതരിപ്പിക്കുന്നു, നേതാക്കന്മാരുടെയും ആൾക്കാരുടെയും എല്ലാം അതിൻ്റെ ഭാഗമാക്കുന്നു, അതിൻ്റെ വാരിയറാക്കുന്നു എന്നൊക്കെ പറയുന്നത് ആരാണ്? ഒരു ആഭ്യന്തരമന്ത്രി നേരിട്ടാണ്. അതുപോലെ തന്നെ ഞാൻ കണ്ട രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ പറയുകയാണ്, കേരളത്തിലെ ഈ പറയുന്ന സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ പണം പിരിച്ചു പോകുന്ന കമ്പനികൾ എത്രയാണ്. കേരളത്തിലെ ആളുകൾ ഇങ്ങനെ പണം കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. കാരണം അവരുടെ ബാക്ക്ഗ്രൗണ്ടോ അവരുടെ സംവിധാനങ്ങളോ ഒന്നും കാണാതെ ഇങ്ങനെ നേരെ എടുത്ത് പൈസ കൊടുത്ത് കോടികൾ നഷ്ടപ്പെടുകയും ഇങ്ങനെ സാമ്പത്തികമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്നു എന്നുള്ള രീതിയിൽ ആര് പറയുകയാണ്? ആഭ്യന്തരമന്ത്രി പറയുകയാണ്, ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പാക്കേജ് നടപ്പിലാക്കി അതുമായി മുന്നോട്ട് പോവുകയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാ കാര്യങ്ങളില്ലാത്തും ഒരു ആഭ്യന്തരമന്ത്രിയുടെ ടച്ച് ഉണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കും ഇപ്പം ഈ പറഞ്ഞ അർജുനായെങ്കിൽ ആഭ്യന്തരമന്ത്രിനെ കോട്ട് ചെയ്ത് കാര്യം പറയാൻ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? കാരണം അവിടുന്ന് ഒരു നിർദ്ദേശം വരുമെന്നും ആ നിർദ്ദേശത്തിൻ്റെ ഭാഗമായി വലിയ രീതിയിൽ മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ആരെങ്കിലും കയറി നേരെ ആഭ്യന്തരമന്ത്രി പറയും, ഇന്ന പോലീസ് ഉദ്യോഗസ്ഥൻ. ഇപ്പോൾ അദ്ദേഹം അർജുനായെങ്കിൽ സി ഐൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, സി ഐയുമായി ബന്ധപ്പെട്ടെന്ന് എന്നെ പിടിക്കുക എന്നുള്ള നിലയിലേക്കാണ്. രണ്ടാമത്തെ പോസ്റ്റ് പോകുന്നത് നേരെ ആഭ്യന്തരമന്ത്രി എന്ന നിലയിലേക്കാണ്. അപ്പം എന്തുകൊണ്ട് ഇങ്ങനെയുള്ള സംവിധാനം നടക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ നിങ്ങൾ അരുൺ സാർ നേരത്തെ പറഞ്ഞ പോലെയാണ്, ഇന്നത്തെ കാലത്തെ സാമൂഹ്യ മാധ്യമ ഉപയോഗം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ജെൻസികളും ആൽഫയൊക്കെയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരെ റോഡിൽ തടയുന്നവരും അവരെ സംവിധാനത്തെ കൈകാര്യം ചെയ്യുന്നവരൊക്കെ കാണുന്നത് പോലീസിനെയാണ്. അപ്പോൾ പോലീസിനെതിരെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള വലിയൊരു പരിവേഷം കിട്ടുകയാണ് ആൾക്കാർക്ക്. അപ്പം പരിവേഷം കിട്ടും. അപ്പം ഒരു റോൾ മോഡലായി അർജുനായെങ്കിലും തില്ലങ്കരിയൊക്കെ മാറുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി, അതുകൊണ്ടാണ് സാർ നേരത്തെ പറഞ്ഞ പോലെ, എന്നാൽ പിന്നെ നിങ്ങൾ 80,000 നിന്ന് ഒരു ദിവസം 1,20,000 ലൈക്ക് കൂടാനുള്ള കാരണം, എന്നാൽ പിന്നെ നിങ്ങളങ്ങ് ചെയ്യ് എന്നുള്ള നിലയ്ക്കാണ്. ഞാൻ പോസ്റ്റ് ഇടും, എന്നാൽ നിങ്ങളങ്ങ് ചെയ്യ് എന്നുള്ള നില. അതിൻ്റെ അടിയിലൊക്കെ പോയി ചോദിക്കുന്ന ചോദ്യം കണ്ട് നമുക്ക് തന്നെ, സാറേ താടി വളർത്താൻ പറ്റുമോ സാറേ, മീശ വളർത്താൻ പറ്റുമോ സാറേ എന്നൊക്കെയാണ് പോയി ഈ പറയുന്ന കമൻ്റായിട്ട് ചോദിക്കുന്നത്. ഏത് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കമൻറ്റിൻ്റെ കീഴിലാണ് പോയി ചോദിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് എങ്ങനെ ഈ ആൽഫനെയും ജെൻസികളെ എല്ലാം സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നതിൽ നിന്ന് പോലീസിനെ മാറ്റി നിർത്തിയെടുക്കാൻ പറ്റും, അവരെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സ്റ്റഡി സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പോലീസിന് ആവശ്യമാണ്. ഞാൻ പറയുന്നത് 1980 നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇപ്പം ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ US ഒരു മാളിൽ ഒരു ചെറിയൊരു കുട്ടി ഒരു പ്രശ്നത്തിൽപ്പെട്ടാൽ അവൻ ഐ എം കോളിംഗ് 911 എന്നാണ് പറയുക. 911, കാരണം അവനെ സംബന്ധിച്ച് അവനെ രക്ഷിക്കാൻ വരുന്ന ആളെന്ന് പറയുന്നത് പോലീസാണ് അവിടുത്തെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ നമ്മൾ എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് എന്തറിയോ? അത് ഭക്ഷണം കഴിക്കാത്ത കുട്ടിയോട് പോലീസ് അവനെ വിളിച്ചു വരുത്തും എന്ന് പറഞ്ഞിട്ടാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസമാണ്. ഈ വ്യത്യാസം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇന്നത്തെ പോലീസിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ലാത്ത ഒരു പറ്റം ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ട് പോയ ലെവലാണ്. അപ്പം പറയാം, നമ്മളെങ്ങനെയായിരിക്കും ആൾക്കാരെ കൈകാര്യം ചെയ്യുക? റിട്ടയർഡായ ഉദ്യോഗസ്ഥരെ, റിട്ടയർക്കാർ അവരുടെ ഒരു വർഷത്തെ സംവിധാനം. പക്ഷെ ആ സംവിധാനം മതിയോ ഇന്ന് കൈകാര്യം ചെയ്യുക എന്നുള്ളത്? ഞാൻ പറയുന്നത് 10, 70, 75 PG മോഹൻദാസ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പോൾ ഈ നാട്ടിലുണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്താണ്? നമ്മളൊരു പീഡന കേസിനെ പ്രതിയോ അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനം ഫിസിക്കലായി പീഡിപ്പിക്കണം അല്ലെങ്കിൽ ഫിസിക്കലായി ഉപദ്രവിക്കണം എന്നുള്ള നിലയിൽ നിന്ന് മാറി ഒരാളുടെ മനസ്സ് മുറിവിക്കാനും അവരുടെ ജീവിതം തകരാനും ആകെ വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മതി. മനസ്സിലായി? ആ രീതിയിലേക്ക് രാജ്യവും ലോകവും മാറി. അപ്പോൾ അതിനനുസരിച്ച് അങ്ങനെ നമ്മുടെ പോലീസിനെ കൈകാര്യം ചെയ്യണം. അവിടെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വളരെ ചുരുക്കം ഉദ്യോഗസ്ഥരെ മാത്രം വെച്ചിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. ഇപ്പം ഞാൻ പറയുന്നത് മറ്റുള്ളതിനേക്കാളും കൂടുതൽ ഇപ്പം ഫിസിക്കലായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഡിജിറ്റലിലേക്ക് മാറിയിരിക്കുകയാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥർ വേണ്ടത്. ഇപ്പോൾ സാമ്പത്തിക തട്ടിപ്പ്
നോക്കിക്കോളൂ. ഏറ്റവും കൂടുതൽ നടക്കുന്നത് എങ്ങനെയാണ്? ഡിജിറ്റലാണ് അല്ലേ? അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ വെട്ടുകുത്തും അടിയുണ്ടാകുന്നതും റോഡിൽ തല്ലുന്നതും ബഹളം ഉണ്ടാക്കുന്നതും ഗുണ്ടായിസ് നടക്കുന്നതും ഒക്കെ എങ്ങനെയാണ്? ഈ പറഞ്ഞ ഫേസ്ബുക്കിലിടുന്ന പോസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ യൂട്യൂബിലിടുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലിടുന്ന പോസ്റ്റിൻ്റെ വൈരാഗ്യം തീർക്കാനാണ് റോഡിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ നടക്കാൻ പാടില്ല. ഇങ്ങനെ നിങ്ങൾ പോയി ഒരാളുടെ കീഴിൽ പോയിട്ട് ഇങ്ങനെ അത് അവൻ്റെ സ്വാതന്ത്ര്യമാണ്, ആ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് കടന്നു തരാൻ കഴിയില്ല എന്നുള്ള നിലയിലേക്ക് പഠിപ്പിക്കുന്ന ഒരു സംവിധാനം, ഒരു സിസ്റ്റവും നമ്മുടെ നാട്ടിൽ വരേണ്ടത് വളരെ അതിക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ ഇന്നത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നമ്മൾ അർജുൻ ആയെങ്കിൽ പോസ്റ്റ് ഇടുന്നു. അർജുൻ ആയെങ്കിയുടെ പോസ്റ്റ് ഇടുന്നത് കേരള പോലീസിനെ വെല്ലുവിളിക്കുകയാണ്. കേരള പോലീസിനെ നിങ്ങൾ ധൈര്യമുണ്ട് പിടിക്കുക എന്ന് പറഞ്ഞിട്ട് അർജുൻ ആയെങ്കിൽ ഓരോ സ്ഥലത്ത് പോകുന്നു, ഫോൺ മാറുന്നു, അവിടുന്ന് പോസ്റ്റ് ഇടുന്നു, അടുത്ത സ്ഥലത്ത് പോകുന്നു, ഫോൺ മാറുന്നു, അടുത്ത സ്ഥലത്ത് പോകുന്നു, ഫോൺ. എങ്ങനെയാണ് ആ നാട്ടിലുണ്ടായത്? പണ്ട് എന്താണ്, ഒരു സ്ഥലത്ത് ഒരു ലോക്കൽ ഏരിയയിൽ ഒരു ഗുണ്ട എന്ന് പറയുന്നത് ആ പോലീസ് സ്റ്റേഷനും ആ ഗുണ്ടയും തമ്മിലുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്നെന്താണ്, എൻ്റെ പോലീസ് ഫോഴ്സ് ഒരാളുടെ പുറകെ വരികയാണ്. എന്തിന് കേരളത്താണ്? ഒരാളുടെ വെല്ലുവിളിയിൽ എൻ്റെ പോലീസ് ഫോഴ്സ് അതിൻ്റെ പുറകെ പോകേണ്ട അവസ്ഥയിലേക്ക് വന്നു എന്നുള്ളതാണ്. കേരളത്തിലെ ക്രമസമാധാനത്തിന് ചുമതലയുള്ള ADGP നേരിട്ട് ഇറങ്ങേണ്ടി വരുന്നു. കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിക്ക് നേരിട്ട് അതിന് മറുപടി പറയേണ്ടി വരുന്നു എന്നുള്ള നിലയ്ക്ക് വന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു പോസ്റ്റാണ്. ആ പോസ്റ്റ് എന്ന് പറയുന്ന ആൾ ഗുണ്ട ആരെ വിളിക്കുന്നു, ഈ പോലീസിനെ വെല്ലുവിളിക്കുന്നതാണ്. ഇതിലേക്ക് എങ്ങനെയാണ് കേരള പോലീസ് കൈകാര്യം ചെയ്യുന്നത്? ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പം ഈ TG മോഹൻദാസിനെ പോലെയുള്ള ആൾക്കാരും, ഈ പറയുന്ന അർജുൻ ആയങ്കിനെ പോലെയുള്ള ആൾക്കാരും, ഈ തില്ലങ്കരിനെ പോലെയുള്ള ആൾക്കാരൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇനി ഉണ്ടാവും. ഇനി ഉണ്ടാത്ത പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല. ഇതിനൊക്കെ എങ്ങനെയാണ് പോലീസ് കൈകാര്യം ചെയ്യുന്നുള്ളതാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ ഇപ്പോൾ കേട്ട വകുപ്പുകൾ, ഇപ്പോൾ TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നുള്ളത്, ഈ വകുപ്പുകളെല്ലാം നാളെ രാവിലെ 25 മാസം 2 മാസം ജയിലിലിടുന്ന വകുപ്പുകളായിട്ട് കാണുന്നുണ്ടോ? ഇപ്പം എന്താണ് കാണാൻ പോകുന്നത്? നാളെ രാവിലെയോ മറ്റന്നാൾ രാവിലെയോ ഏത് ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നത് മാത്രമല്ല, TG മോഹൻദാസിന് ജയിൽ വിളിക്കാനുള്ള സംവിധാനം വരെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. കാരണം 2.5 മണിക്കൂറാണ് ആ വീടിൻ്റെ അകത്ത് പോലീസ് ഉള്ളത്. മനസ്സിലായി? അവിടെ അന്വേഷണം നടക്കുന്നു. അന്വേഷണം നടന്ന് TG ജോസ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ TG മോഹൻദാസ് നേതാവേ കോൺഗ്രസ് പോലീസല്ല. ഞാൻ പറയുന്നത് 11 ദിവസമാണ് പിന്നെ മാധു നമ്മളെ സംബന്ധിച്ചുള്ള ഒരു 2.5 മണിക്കൂർ അവർക്ക്. അതാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് എന്താണ് ഈ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുന്നത്? എന്ത് വേണ്ടിയാണ് നമ്മൾ അറസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇതുപോലെയൊരു സംവിധാനം ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതെന്ന് പറയുന്നത് TG മോഹൻദാസിൻ്റെ പ്രശ്നം മാത്രമാണോ? ഈ സമൂഹത്തിൽ ഇതുപോലെയൊരു പ്രശ്നം ഉണ്ടാവില്ല. എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യാന്നുള്ള മെസ്സേജ് എൻ്റെ സംവിധാനത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അവിടെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുള്ളതാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് രമേശ് ചെന്നിത്തല നേതൃത്വത്തിൽ കുറച്ചുകൂടെ വൃത്തിയായി ഇപ്പം ഞാൻ ഏറ്റവും നല്ല ഇപ്പം ഈ ADGP വിജയനെ കുറിച്ച് പറയുകയാണ്. ഈ സ്റ്റുഡൻറ്റ് പോലീസ് കാഡർ കൊണ്ടുവന്ന ആൾ അദ്ദേഹമാണ്. കാരണം അത് വലിയ മാറ്റമാണ്. മനസ്സിലായോ? പണ്ട് ഒരു പോലീസിനോടുള്ള അവരെ പേടിയും ഒരു ബഹുമാനവും ആ കാക്കിയിനോടുള്ള സംവിധാനവും മാറാൻ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച സംവിധാനമാണ് എല്ലാ പോലീസ് സ്റ്റേഷനിലും അല്ലെങ്കിൽ സ്കൂളുകളിലും സ്റ്റുഡൻറ്റ് പോലീസിങ് കൊണ്ടുവന്നത്. ആ രീതിയിൽ ദീർഘവീക്ഷണമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പം ഞാൻ പറയുന്നത്, ഇന്ന് രാവിലെ ഞാൻ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും വലിയൊരു ADGPന് വൃത്തിയുള്ള ഒരു മെസ്സേജ് ഞാൻ കണ്ട കാര്യം അരുൺ സാർ പറഞ്ഞതിന് അപ്പുറമല്ല ഞാൻ പറയുന്നത്. ഇതെന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുകയാണ്, പോലീസ് എന്ന് പറയുന്ന സംവിധാനത്തെ പോലീസിനെ അല്ല അർജുനായിക്ക് വെല്ലുവിളിക്കുന്നത്. ആരെ വെല്ലുവിളിക്കുന്നത്? സമൂഹത്തെയാണ് വെല്ലുവിളിക്കുന്നത്. ഇതിന് മുൻപ് നമ്മളിങ്ങനെ ഒരു മെസ്സേജ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കേട്ടിട്ടുണ്ടോ? അത് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടോ? അത് പറയുന്ന രീതിയിലേക്ക് സംവിധാനം വന്നിട്ടുണ്ട് എന്ന് വിചാരിച്ച് കേരളത്തിലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരാണെന്ന് എനിക്ക് അഭിപ്രായം ഇല്ലതാനും. കാരണം അവരവരുടെ കാര്യങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടി അവരെ സംവിധാനം ചെയ്യാൻ വേണ്ടി ഒരു വലിയ രീതിയിൽ പോലീസ് സേന എന്ന് പറഞ്ഞിട്ട് ഒറ്റ വാക്കിൽ. കാരണം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് പ്രശ്നപ്പറ്റി പോകുന്നതും പ്രശ്നമുണ്ടായ രീതിയിൽ വന്നതൊക്കെ എങ്ങനെയാണ്? 2 or 3 പോലീസ് ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന പ്രശ്നത്തിനാണ് എൻ്റെ പോലീസ് സേന പ്രശ്നത്തിൽ പോയത്. അപ്പോൾ ആ പോലീസ് സേന പ്രശ്നത്തിൽ പോയ ഉദ്യോഗസ്ഥനാണ്. അതെ. അപ്പോൾ ഞാൻ പറയുന്നത്, അങ്ങനെ പ്രശ്നത്തിൽ പോയ സമയത്ത് അതുപോലെ എന്താണ് പ്രശ്നം ഈ ഉദ്യോഗസ്ഥന്മാർ അവിടെ ഇല്ല എന്നുള്ളതൊന്നും കേരള പോലീസ് വിചാരിക്കേണ്ട. കാരണം അതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ അവിടെ തന്നെയുണ്ട്. ഇതൊന്നും ചെയ്യാതിരിക്കുകയോ അത് ചെയ്യേണ്ട. അപ്പം 100% കേരള പോലീസിനെ വിശ്വസിച്ചിട്ട് ഒറ്റ സംവിധാനത്തിൻ്റെ ഭാഗമായി ഇത് കേരള പോലീസ് എല്ലാം നല്ല സ്ഥിതിക്കാണ് പോകുന്നത്, നല്ല രീതിയിലാണ് പോകുന്നതെന്ന് ഒരു സംവിധാനമില്ല. പക്ഷേ എന്താണ്, കുറച്ചും കൂടെ വൃത്തിയായി കേരള പോലീസിനെ കൈകാര്യം ചെയ്യാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. Meet the editors.